ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റിനെ കുറിച്ചാണ്. ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റിൽ എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നമുക്ക് നോക്കാം. ഏതൊരു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയും നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഫേസ് വാഷാണ്. ഞാനിപ്പോൾ കാണിക്കുന്നത് പതഞ്ജലിയുടെ നീം തുളസി ഫേസ് വാഷാണ്. ഈ ഒരു ഫേസ് വാഷ് ഓയിലി സ്കിന്നിന് വളരെ നല്ലൊരു ഫേസ് വാഷാണ്. ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് മോയ്സ്ചറൈസ് ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് യോജിച്ച ഏതെങ്കിലും മോയ്സ്ചറൈസിങ് ലോഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഹിമാലയയുടെ മോയ്സ്ചറൈസിങ് ലോഷനാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെയാണോ ഇഷ്ടം അതനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് ലോഷനാണ്. അടുത്ത പ്രോഡക്റ്റ് പ്രൈമറാണ്. പ്രൈമറിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു നോക്കുക. പ്രൈമർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പ്രൈമർ യൂസ് ചെയ്യണമെന്ന് കമ്പൽസറി അല്ല, പക്ഷേ പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മേക്കപ്പിന് നല്ലൊരു ഫിനിഷ് കിട്ടും. അപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് പ്രൈമറാണ്. പ്രൈമറായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേറ ജെല്ലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ പതഞ്ജലിയുടെ അലോവേറ ജെല്ലാണ്. അടുത്തതായിട്ട് വേണ്ടത് ഫൗണ്ടേഷനാണ്. ഇത് മെബിലൈൻ്റെ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പും അതുപോലെ സ്കിൻ ടോണും നോക്കിയിട്ട് വേണം ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാനായിട്ട്. മേക്കപ്പിൽ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യണം. അതും നമ്മുടെ സ്കിൻ ടൈപ്പും അതുപോലെ തന്നെ സ്കിൻ കളറും നോക്കിയിട്ട് വേണം ഇതും സെലക്ട് ചെയ്യാനായിട്ട്. ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റിലെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു കാജലാണ്. ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത് ADSൻ്റെ ഒരു കാജലാണ്. അത്യാവശ്യം നല്ലൊരു പിഗ്മെൻറ്റേഷൻ തരുന്ന ഒരു കാജലാണിത്. ഇനിയിപ്പോൾ കാജൽ യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഐലൈനർ ഉപയോഗിക്കാം. ഇതും ഒരു കാജൽ തന്നെയാണ്. ഇത് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഐലൈനറാണ്. മെബിലൈൻ്റെ ആണിത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ലിക്വിഡ് ഐലൈനർ യൂസ് ചെയ്യാം, അതെങ്കിൽ ജെൽ ബേസ്ഡ് യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ കാജൽ സ്റ്റിക്കായിട്ടുള്ള യൂസ് ചെയ്യാം. എല്ലാം നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് സെലക്ട് ചെയ്യാം. ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റിലെ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ലിപ് ബാം ആണ്. നമ്മുടെ ലിപ്സ് എപ്പോഴും നല്ല നറിഷ്ഡ് ആയിട്ടിരിക്കണം. അതിനായിട്ടാണ് നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുന്നത്. ഇതും പതഞ്ജലിയുടെ തന്നെ ഒരു ലിപ് ബാം ആണ്. ഇത് നിവ്യയുടെ ഒരു ലിപ് ബാം ആണ്. വളരെ നല്ലൊരു ലിപ് ബാം ആണിത്. കളേർഡ് ആയിട്ടുള്ള ലിപ് ബാം ആണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ലിപ്സ്റ്റിക് ആണ്. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന ലിപ്സ്റ്റിക്ക് മെബിലൈൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഈ ഒരു ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അങ്ങനെ സെലക്ട് ചെയ്യുക. ഒരു ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റിൽ ഇത്ര ഐറ്റംസ് മതി. ഇനി ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മേക്കപ്പ് കിറ്റിൽ എപ്പോഴും ഒരു പെർഫ്യൂം കരുതുന്നത് വളരെ നല്ലതാണ്. ഇത്രയും വലിയ ബോട്ടിൽ എടുക്കണമെന്നില്ല, നമുക്ക് പോക്കറ്റ് പെർഫ്യൂംസ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ നിങ്ങൾ ഒരെണ്ണം കയ്യിൽ കരുതുക. ഓപ്ഷണലായിട്ടുള്ള അടുത്തൊരു ഐറ്റമാണ് കൺസീലർ. ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റിൽ കൺസീലറിൻ്റെ ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡാർക്ക് സ്പോട്ട്സോ പിമ്പിൾസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺസീലർ ഉപയോഗിച്ച് അത് ഹൈഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും ഐറ്റംസാണ് ഒരു ബേസിക് മേക്കപ്പ് കിറ്റിൽ വേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്